എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഗൈസ്. അറിയാലോ, ഇപ്പോൾ ഷൈനിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. റീൽസും പോസ്റ്റായിട്ട് അങ്ങനെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇൻബോക്സ് തുറക്കാൻ പറ്റാത്ത ലെവലിലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാലോ. എന്ന് വെച്ചാൽ ആളെതിരെ സംസാരിക്കാനൊന്നല്ല ഞാൻ വന്നത്. എനിക്ക് എൻ്റെ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ ഷൈൻ ടോം ചാക്കോ ലഹരി കേസിൽ വീണ്ടും അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങളാണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. നടി വിൻസി അലോഷ്യസിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് ആന്റി ഡ്രഗ് സ്ക്വാഡ് ആയിട്ടുള്ള ഡാൻസ് ഓഫ് ഷൈനെ പിടികൂടാൻ വന്നതും താരം ഹോട്ടലിൽ ഏതോ ജനൽ വഴി ചാടി രക്ഷപ്പെട്ടതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനെക്കുറിച്ചൊന്നും ഇനി വീണ്ടും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാവരും അറിഞ്ഞ കാര്യങ്ങളാണല്ലോ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഷൈന്റെ മുൻ കാമുകിയായിട്ടുള്ള തനുജയെ കുറിച്ചാണ്. ലഹരി കേസിൽ ഷൈൻ അറസ്റ്റിലായതിനു ശേഷം ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് തനുജ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു സമയത്ത് എൻഗേജ്മെന്റ് വരെ എത്തിയ ബന്ധമായിരുന്നു ഷൈന്റെയും തനുജയുടെയും. പക്ഷെ പിന്നീട് അവർ ബ്രേക്കപ്പ് ആവുകയായിരുന്നു. എന്തായാലും തനുജയ്ക്ക് എന്താണ് പറയാനുള്ളത് കേട്ടോക്കാം. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഗൈസ്. കാരണം ഇപ്പം അറിയാലോ, ഇപ്പോൾ ഷൈനിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. എനിക്ക് കുറേ എന്താ പറയുക, റീൽസും പോസ്റ്റായിട്ട് അങ്ങനെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇൻബോക്സ് തുറക്കാൻ പറ്റാത്ത ലെവലിലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാലോ. എന്ന് വെച്ചാൽ ആളെതിരെ സംസാരിക്കാനൊന്നല്ല ഞാൻ വന്നത്. എനിക്ക് എൻ്റെ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങളും അതിവിടെ പറയണം തോന്നി. എന്നാലും എൻ്റെ കുട്ടി നീ ഇതെങ്ങനെ സഹിച്ചു അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആള് സഹിക്കാനൊന്നുമില്ല. ആള് ആക്ച്വലി കൂളാണ്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. ഞങ്ങളിപ്പം ബ്രേക്കപ്പ് ആയിട്ട് 9 മാസമായി. ഈ 9 മാസവും എനിക്ക് തോന്നുന്നില്ല ആൾക്കൊരു കേസോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ ഉണ്ടായിരുന്ന ടൈമിൽ. കാരണം ഞാൻ കുറേ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ എന്താ എവിടെ തുടങ്ങണം, എന്ത് സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. ഒരു നല്ല കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതെനിക്ക് നിങ്ങൾക്ക് ഇന്റർവ്യൂ കണ്ടാലും ഒക്കെ മനസ്സിലായിരിക്കും. ഞാൻ ഉള്ള ടൈമിൽ ഇന്റർവ്യൂ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ആളെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. കാരണം എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ പറയുന്നതിനപ്പുറം ആൾ പോയിട്ടില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, തനുജയും ഷൈനും ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് ഇവരുടെ വീഡിയോസ് ഒക്കെ കണ്ടവർക്ക് അറിയാം. ഒരു കുട്ടിയെ കൊണ്ട് നടക്കുന്ന പോലെയാണ് തനുജ ഷൈനെ കൊണ്ട് നടന്നിരുന്നത്. പല വീഡിയോകളും ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. ഷൈനെ കൺട്രോൾ ചെയ്യാൻ താൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് തനുജ പറയുന്നത്. അല്ലേ, നല്ല കാര്യം. സ്വന്തം പാർട്ണറെ നേരായ വഴിക്ക് നടത്താൻ ശ്രമിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ തനുജയ്ക്ക് വിജയിക്കാനായില്ല എന്നുള്ളതാണ്. എന്താണ് കാരണം? ലഹരി തന്നെ. ലഹരി എന്ന് പറയുന്ന മാരകമായ സംഭവത്തിന്റെ ഇമ്പാക്ട് അത്രയും ഭീകരമായിരുന്നു. ഷൈന് ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ള കാര്യം രഹസ്യമായിട്ടുള്ള പരിചയമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വർഷങ്ങളായി ഷൈനെ നമ്മൾ കാണുന്നുണ്ട്. വർഷങ്ങളായി നിരന്തരമായിട്ടുള്ള ലഹരി ഉപയോഗം ഷൈൻ എത്രത്തോളം മാറ്റിമറിച്ചു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അയാളുടെ പഴയ ഇന്റർവ്യൂകളും പുതിയ ഇന്റർവ്യൂകളും മാത്രം എടുത്ത് നോക്കിയാൽ മതി. അയാളുടെ സംസാരശൈലി ശ്രദ്ധിച്ചാൽ മാത്രം മതി. പണ്ടത്തെ ഇന്റർവ്യൂകളിലൊക്കെ എത്ര പക്വമായി മനോഹരമായി സംസാരിച്ചിരുന്ന ആളാണ്. ഇന്റർവ്യൂ പോട്ടെ, സിനിമകൾ നോക്കൂ. പണ്ടത്തെ സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഷൈൻ അഭിനയിക്കുകയായിരുന്നില്ല, ജീവിക്കുകയാണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു പുള്ളിക്കാരൻ. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ഒരേ മാനറിസം, ഒരേ ഡയലോഗ് ഡെലിവറി. ഡയലോഗ് ആണെങ്കിൽ കേട്ടാൽ മനസ്സിലാവുക പോലുമില്ല. എല്ലാം ലഹരി വരുത്തി വെച്ചതാണ്. അതപ്പതനം എന്നൊക്കെ പറഞ്ഞതാണ്. എന്തായാലും ബാക്കി കേട്ടോക്കാം. പിന്നെന്ന് വെച്ചാൽ ഷൈൻ ലൊക്കേഷനിൽ എങ്ങനെയാന്നുള്ളത് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. കാരണം വെച്ചാല് ചേട്ടൻ എപ്പോഴും ലൊക്കേഷനിൽ എന്താ പറയാ, ആളാളെ വർക്ക് ചെയ്യാൻ നേരെ കാരവനിലോ അല്ലെങ്കിൽ ആൾക്ക് കൊടുത്ത റൂമിലോ പോവാന്നല്ലാണ്ട് ഒരാളോട് അവിടെ മിങ്കിൾ ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ നിൽക്കാറില്ല. എനിക്ക് എൻ്റെ ഞാൻ രാവും പകലും കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് അത് ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്താ പറയാ, ഇങ്ങനെ മിങ്കിൾ അല്ലെങ്കിൽ എല്ലാവരോടും സംസാരിക്കുകയും. ഓക്കെ, ഷൈൻ ടോം ചാക്കോ സിനിമാ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിക്കുകയും തന്നോട് മോശമായി പെരുമാറുകയും ചെയ്തു എന്നുള്ളതായിരുന്നല്ലോ വിൻസിയുടെ പരാതി. പക്ഷെ തനിക്കറിയാവുന്ന ഷൈൻ സിനിമാ ലൊക്കേഷനിലൊക്കെ വളരെ മര്യാദക്കാരനായിരുന്നു എന്നുള്ളതാണ് തനുജ പറയുന്നത്. അതിപ്പോ ലഹരി ഉപയോഗിക്കുന്ന ആളുകളല്ലേ, എപ്പോഴാ സ്വഭാവം മാറുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ലഹരി യൂസ് ചെയ്ത് നിൽക്കുന്ന ഏതെങ്കിലും സമയത്തായിരിക്കും വിൻസിയോടും കൂടെയുള്ള മറ്റൊരു നടിയോടും ഇയാൾ മോശമായി പെരുമാറിയത്. ഈ ഷൈൻ ഇന്റർവ്യൂകളൊക്കെ വന്നിരുന്ന് കാണിച്ചു കൂട്ടുന്നത് നമ്മൾ തന്നെ കണ്ടിട്ടുള്ളതല്ലേ. ഷൈന്റെ ചില കൂട്ടുകാരാണ് ഇപ്പോഴത്തെ അവസ്ഥക്ക് കാരണമെന്ന് തനുജ തുടർന്ന് പറയുന്നുണ്ട്. തങ്ങൾ ബ്രേക്കപ്പ് ആയതിന് പിന്നിൽ പോലും ആ കൂട്ടുകാരുടെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നാണ് തനുജ പറയുന്നത്. അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമാ ഫീൽഡിൽ വന്ന ആളാണ് ഷൈൻ. നടനാവണമെന്നായിരുന്നു ആഗ്രഹമെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടറായി തുടങ്ങി പതുക്കെ അഭിനയത്തിലേക്ക് കടക്കാമെന്നായിരുന്നു ഷൈന്റെ പ്ലാൻ.
അതുകൊണ്ട് തന്നെ പിന്നീട് തിരക്കുള്ള നടനായി മാറിയെങ്കിലും ആ പ്രൊഫഷണാലിസം ഷൈൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എത്ര ലഹരി ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞാലും താൻ അഭിനയിക്കുന്ന സിനിമയെ ബാധിക്കുന്ന പരിപാടികളൊന്നും ഷൈൻ ചെയ്യാറില്ലായിരുന്നു. അങ്ങനെ ഒരു പരാതിയും ഷൈനെതിരെ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീനാഥ് ഭാസിയുടെ കാര്യം നേരെ തിരിച്ചായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ഭാസിയെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണെന്ന് പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഭാസിക്ക് അവസരങ്ങളും കുറഞ്ഞു വന്നിരുന്നു. എന്നാൽ ഷൈന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടിയും അവസരങ്ങൾ കൂടുക എന്നല്ലാതെ കുറഞ്ഞിട്ടില്ലായിരുന്നു. അത് അയാൾ കാത്തു സൂക്ഷിച്ച പ്രൊഫഷണാലിസം കൊണ്ട് തന്നെ ആയിരുന്നു എന്ന് വേണം കരുതാൻ. പക്ഷെ ഇപ്പൊ അതും നഷ്ടപ്പെട്ടു തുടങ്ങി. സെറ്റിൽ വെച്ചും ഷൈൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇങ്ങനെ ഓരോന്നോരോന്നായി ലഹരി തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യന്റെ സ്വഭാവം തന്നെ മാറ്റിമറിക്കുകയാണ്. എന്തൊരവസ്ഥയാണ് അല്ലെ. എന്തായാലും തനുജയ്ക്ക് പറയാനുള്ള ബാക്കി കാര്യങ്ങളും കൂടി കേട്ടിട്ട് നമുക്ക് നിർത്താം. തുടങ്ങി രാവിലെ മുതലേ തുടങ്ങിയിരിക്കണടാ. രാവിലെ മുതലേ എനിക്ക് ഇൻസ്റ്റയും വാട്സപ്പ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്ര വന്നിട്ടുണ്ട്. എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് വരെ ലെഫ്റ്റായി. ഞാൻ അന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം ഇല്ലാണ്ടായിപ്പോയി. ഒന്നിന് മറുപടി ഇല്ലാണ്ടായിപ്പോയി. ഞാൻ എന്ത് മറുപടി അവിടെ കൊടുക്കേണ്ടത്? ഒരു ചോദിക്കുന്നതിന് എന്തെങ്കിലും ഒരു മറുപടി എനിക്ക് കൊടുക്കണ്ടേ? അതെനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഇതിനായി പാച്ചപ്പായോ? ഷൈൻ എപ്പോഴും എൻ്റെ നല്ല ഫ്രണ്ടാണെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ എപ്പോഴത്തെ നല്ലൊരു ഫ്രണ്ട് തന്നെയാണ്. പാച്ചപ്പ് ആയിട്ടൊന്നുമില്ല. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഒഴിവാക്കിയ സാധനങ്ങൾ ഞാൻ എടുക്കാറില്ല. ഇത്രേ പറയാനുള്ളൂ. ഇനി പോസ്റ്റും റീൽസും ഒന്നും എനിക്ക് ഷെയർ ചെയ്യാതിരിക്കുക. എൻ്റെ മാനസികാവസ്ഥ മെന്റലാക്കാണ്ടിരിക്കും. ഞാൻ ഓൾറെഡി പകുതി മെന്റലായിരിക്കുന്നത് ഇന്ന്. അത്ര പ്രാന്തം എനിക്ക് ഇളകിയിട്ടുണ്ട്. അത്ര പ്രാന്തെന്ന് വെച്ചാൽ അത്ര. കാരണം എന്ന് വെച്ചാൽ എത്രയൊക്കെ ആയാലുള്ളൂ, ഞാൻ സ്നേഹിച്ചൊരു വ്യക്തിയാണല്ലോ. അപ്പോൾ എനിക്കും കുറേ ഇമോഷൻസും കാര്യങ്ങളും ഉണ്ട്, ഉള്ളിൽ ഫീലിങ്സ് ഉണ്ട്. ഞാനും നിങ്ങളെപ്പോലൊരു പച്ച മനുഷ്യനാണ്. അപ്പോൾ എന്താ പറയാ, ഇങ്ങനെ അയക്കുമ്പം എനിക്കും കുറച്ച് സങ്കടമൊക്കെ വരും. എന്ത് തെറ്റായാലും ശരിയായാലും എന്തായാലും അത് പറയുമ്പോൾ വല്ലാണ്ട് കൊള്ളും. എനിക്ക് നല്ല കൊള്ളും. എനിക്ക് നല്ല സങ്കടമുണ്ട്. സങ്കടം ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. എനിക്കിങ്ങനെ അയച്ചിട്ടൊന്നും ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഷൈനും തനുജയും ബ്രേക്കപ്പ് ആയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. പക്ഷെ എന്നിട്ടും ഷൈൻ അറസ്റ്റിലായതോടെ കുടുങ്ങിപ്പോയത് തനുജയാണ്. ആളുകൾ ഇങ്ങനെ തനുജന്റെ അടുത്ത് പോയിട്ട് ഷൈനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർക്കെല്ലാമുള്ള മറുപടിയാണ് ഇപ്പൊ പുള്ളിക്കാരി കൊടുത്തത്. ഷൈനെ നേരായ വഴിക്ക് നടത്താൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അങ്ങനെ ഒടുവിൽ ബ്രേക്കപ്പ് ആയി. താനൊരു ടോക്സിക് കാമുകനാണെന്നും ഈ റിലേഷൻഷിപ്പുകളൊന്നും തനിക്ക് സെറ്റ് ആവില്ല എന്നും ഷൈൻ മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇവര് ബ്രേക്കപ്പ് ആയതിന് പിന്നിലുള്ള കാരണം എന്താണെന്നുള്ളത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഷൈൻ ടോം എന്ന് പറയുന്ന നടന്റെ മനുഷ്യന്റെ ഡൗൺഫോൾ നേരിട്ട് കണ്ട മനുഷ്യന്മാരാണ് നമ്മളെല്ലാവരും. ലഹരി ഒരു മനുഷ്യനെ എത്രത്തോളം തകർക്കും എന്നതിന് ഇതിനും വലിയൊരു ഉദാഹരണം കാണിച്ചു തരാനില്ല. സോ ലഹരിയുടെ വഴിയെ പോകാതിരിക്കുക. ജീവിതം നശിച്ചു പോകും. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ തന്നെയുണ്ട്. ഇത്രയൊക്കെ കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും ഇതിന് പിന്നാലെ പോകുന്നവരോട് എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. സത്യമായിട്ടും അറിയില്ല. പറയാനല്ലേ നമ്മളെ കൊണ്ട് കഴിയൂ. എന്തായാലും ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ യാതൊരു ലഹരിയും ഉപയോഗിച്ചിട്ടില്ല. അതിലെനിക്ക് അഭിമാനമുണ്ട്. അതുകൊണ്ട് തന്നെ ലഹരിക്കെതിരെ സംസാരിക്കാനും എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യവുമില്ല. ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. കൂടുതലൊന്നും പറയുന്നില്ല. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.